ബീഹാറിൽ ചതിച്ചത് SIR ആശാനെ. കോൺഗ്രസിന്റെ നിലവിളി ഇതാണ്. വമ്പിച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരാമെന്ന മഹാഗഡ്ബന്ധൻ സഖ്യത്തിന്റെ പ്രതീക്ഷകളെയെല്ലാം തകർത്തുകൊണ്ട് 202 സീറ്റുമായി NDA സഖ്യം അധികാരത്തിൽ വരുമ്പോൾ തകർന്നടിയുന്നത് ബീഹാറിലെ ഇടതുപക്ഷവും കോൺഗ്രസുമാണ്. CPIM, ML-ഉം CPI-യും ചേർന്ന് പിടിച്ച സീറ്റ് പോലും പിടിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. തകർന്നു തരിപ്പണമായി കോൺഗ്രസ്. രാഹുൽ ഗാന്ധിയുടെ എല്ലാ കോട്ടകൊത്തളങ്ങളും തകർത്തടിഞ്ഞു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. എന്തായിരുന്നു ബീഹാറിലെ കോൺഗ്രസിനെതിരായിട്ടുള്ള NDAക്ക് അനുകൂലമായിട്ടുള്ള ഈ കൊടുങ്കാറ്റിന്റെ കാരണം? അത് നമ്മൾ പരിശോധിക്കണം. SIR, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം. രാജ്യത്ത് കോൺഗ്രസും കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന ഇന്ത്യ മുന്നണിയും നഖശികാന്തം എതിർക്കുന്ന ആ വമ്പൻ നീക്കം, കള്ള വോട്ടുകളെ തടയാൻ വേണ്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കിയ SIR. ആ SIR ബീഹാറിൽ നടപ്പാക്കി ദ്രുതഗതിയിൽ വോട്ടർ പട്ടിക പരിഷ്കരിച്ചു. യഥാർത്ഥ വോട്ടർമാർ, ഇന്ത്യയുടെ പൗരന്മാരായിട്ടുള്ള 21 വയസ്സ് തികഞ്ഞ യഥാർത്ഥ വോട്ടർമാർ, ഇന്ത്യയുടെ പൗരന്മാരായിട്ടുള്ള യഥാർത്ഥ വോട്ടർമാർക്ക് മാത്രം വോട്ടവകാശം. അതാണ് ബീഹാറിൽ നമ്മൾ കണ്ടത്. അപ്പോൾ കള്ള വോട്ട് പൂർണ്ണമായും വെട്ടിമാറ്റിയപ്പോൾ സംഭവിച്ചത് എന്താണ്? കാലാകാലങ്ങളിലായി RJDയും കോൺഗ്രസും CPM-ഉം CPI-ML-ഉം അങ്ങനെ ഇടത് പാർട്ടികളും ഒക്കെ തന്നെ വിജയിച്ചു വന്ന മണ്ഡലങ്ങളെല്ലാം കടപുഴുകി. ലക്ഷക്കണക്കിന് വരുന്ന കള്ള വോട്ട് ചെയ്യാൻ പറ്റാതെ വന്നു. കുടിയേറ്റ റോഹിംഗ്യൻ ബംഗ്ലാദേശിൽ നിന്നുള്ള മുസ്ലിം വോട്ടുകൾ കൂട്ടത്തോടെ കോൺഗ്രസിന് ചെയ്തുകൊണ്ട്, വർഗീയത പറഞ്ഞുകൊണ്ട്, ആ വർഗീയ വോട്ടുകൾ ചേർത്തുകൊണ്ട് തങ്ങളുടേതാക്കിക്കൊണ്ട് വർഷങ്ങളായി നേടിയെടുത്ത വിജയമാണ് ഇക്കുറി നടക്കാതെ പോയത്. ശ്രദ്ധിച്ചു നോക്കണം എത്ര വലിയ പരാജയമാണ് ബീഹാറിൽ കോൺഗ്രസ് ഉണ്ടായത് എന്ന്. ഇത് തന്നെ നേരത്തെ ചില തെരഞ്ഞെടുപ്പുകൾ നടന്ന സംസ്ഥാനങ്ങളിലും ഉണ്ടായിരുന്നു. എക്സിറ്റ് പോളുകളെ പോലും അമ്പരപ്പിച്ച വിജയം NDAക്ക് അനുകൂലമായി. എന്തുകൊണ്ടാണത്? വോട്ട് ചെയ്യുന്നത് കൃത്യം ഇന്ത്യയുടെ പൗരന്മാർ മാത്രമാണ്, യഥാർത്ഥ വോട്ടർമാർ മാത്രമാണ് വോട്ട് ചെയ്യുന്നത്. അല്ലാതെ കള്ള വോട്ട് അവിടെ നടക്കുന്നില്ല. നിങ്ങൾ ഇനി ഒരു കാര്യം നോക്കണം. അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പശ്ചിമ ബംഗാളിൽ ഈ SIR കൃത്യമായി നടപ്പാക്കിയാൽ പശ്ചിമ ബംഗാളിൽ NDA BJP സഖ്യം വമ്പിച്ച ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തും. മമതാ ബാനർജി സർക്കാർ അതുകൊണ്ടാണ് ഞങ്ങൾ എന്തു കാരണവശാലും SIR നടപ്പാക്കാൻ സമ്മതിക്കില്ല ബംഗാളിൽ എന്ന് പറയുന്നത്. SIR നടപ്പാക്കിയാൽ വോട്ടർ പട്ടികയിലെ ലക്ഷങ്ങളല്ല കോടിക്കണക്കിന് കള്ള വോട്ടർമാർ പുറത്താകും. അനധികൃതമായി ചേർത്ത വോട്ടുകൾ അസാധുവാകും. അങ്ങനെ യഥാർത്ഥ വോട്ടർമാർ മാത്രം വോട്ട് ചെയ്താൽ രാജ്യത്തെ കോൺഗ്രസ് ഇല്ലാതാകും. ഇത് മറ്റാരെക്കാളും അറിയാവുന്നത് രാജ്യത്തെ കോൺഗ്രസ് പാർട്ടിക്ക് തന്നെയാണ്, രാഹുൽ ഗാന്ധിക്ക് തന്നെയാണ്. ഇനി വരാനിരിക്കുന്നത് കേരളത്തിലാണ്. ബീഹാറിൽ നിന്ന് ബംഗാൾ വഴി കേരളത്തിലേക്ക് ഒരു സുനാമി വരുന്നു എന്നാൽ അത് SIR ആണ്. SIR-നെതിരെ ഹൈക്കോടതിയെ സമീപിച്ചു കേരളം. ഇപ്പോൾ ഇതാ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു. SIR നടപ്പാക്കാൻ സമ്മതിക്കില്ല. ഒരേ സ്വരത്തിലാണ് പിണറായി വിജയനും PD സതീശനും പറയുന്നത്. SIR ഇവരെ പിടിച്ച് കടിക്കുമെന്നുള്ളതാണ് ഇവർ ഈ പറയുന്നത് കേൾക്കുമ്പോൾ തോന്നുന്നത്. SIR എന്താണ്? യഥാർത്ഥ വോട്ടർമാരെ മാത്രം പരിഗണിക്കുകയും കള്ള വോട്ടർമാരെ പട്ടികയ്ക്ക് പുറത്താക്കുകയും ചെയ്യുന്നതിനുള്ളൊരു പ്രോസസ്സ്, ഒരു പദ്ധതി. അതിനെ എന്തിനാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ എതിർക്കുന്നത് എന്ന് ചോദിച്ചാൽ ആർക്കും മനസ്സിലാകുന്നില്ല. യഥാർത്ഥ വോട്ടർമാർ ആണെങ്കിൽ ആ വോട്ടർമാരെ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് അത് തന്നെയാണ്. അർഹരായിട്ടുള്ള ഒരു വോട്ടർക്കും വോട്ട് നിഷേധിക്കപ്പെടില്ല. അർഹരായിട്ടുള്ള ഒരു വോട്ടറും വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോകില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പ് നൽകുന്നു. എന്നാൽ അനർഹരായിട്ടുള്ള ആർക്കും തന്നെ പട്ടികയിൽ ഇടം കാണുകയുമില്ല. ഇതാണ് SIR നടപ്പാക്കുമ്പോൾ കേരളത്തിലടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പ് നൽകുന്നത്. എന്നിട്ടും ഈ രാഷ്ട്രീയ പാർട്ടികൾ SIR-നെ എതിർക്കുകയാണ്. ഇങ്ങനെ ഒരു വോട്ടർ പട്ടിക പരിഷ്കരണം വേണ്ട, അത് BJPക്ക് അനുകൂലമാക്കി മാറ്റാൻ വേണ്ടിയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലടക്കം വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച് തർക്കമുണ്ടെങ്കിൽ ആ ആക്ഷേപം കേട്ട ശേഷമാണ് വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നത്. അപ്പോൾ പിന്നെ BJPക്ക് അനുകൂലമായി എന്ത് ചെയ്യാൻ കഴിയും? ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും തെരഞ്ഞെടുപ്പ് ഏജന്റുമാർ, പോളിംഗ് ബൂത്ത് ഏജന്റുമാർ ഒക്കെ തന്നെ ഇത് പരിശോധിക്കുന്നതാണ്.
അപ്പോൾ വോട്ടർ പട്ടിക പരിഷ്കരണം കാര്യക്ഷമമായി രാജ്യത്ത് നടന്നാൽ കോൺഗ്രസ് അമ്പയെ പരാജയപ്പെടുമെന്നും കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന ഈ പ്രാദേശിക രാഷ്ട്രീയ മുന്നണികൾ ഒക്കെ തന്നെ തഴയപ്പെടുമെന്നും ഒക്കെ തന്നെ വോട്ട് കിട്ടാതെ തോറ്റു തുന്നം പാടുമെന്നും അവർക്കിപ്പോൾ മനസ്സിലായി. കേരളത്തിൽ അതുകൊണ്ടാണ് 2026 തെരഞ്ഞെടുപ്പിന് മുൻപ് വോട്ടർ പട്ടിക പരിഷ്കരണം അനുവദിക്കില്ല എന്ന് കേരളത്തിലെ പിണറായി സർക്കാരും വി ഡി സതീശന്റെ പ്രതിപക്ഷവും നിരന്തരം പറയുന്നത്. കേരളത്തിൽ ആകെ 3,60,00,000 ജനങ്ങളുണ്ട് എന്നാണ് കണക്ക്. എന്നാൽ 4,10,00,000 ആധാർ കാർഡുകളാണ് കേരളത്തിൽ വിതരണം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 50 ലക്ഷം ആധാർ കാർഡുകൾ ആർക്ക് വിതരണം ചെയ്തു? ആരൊക്കെ വോട്ടർ പട്ടികയിൽ ഇടം നേടി? ആ വോട്ടർ പട്ടികയിൽ ഇടം നേടിയവർ ആരാണ്? അവരുടെ വോട്ടാണല്ലോ കേരളത്തിൽ സ്വാഭാവികമായും നിർണായകമാവുന്നത്. ആര് കേരളം ഭരിക്കണം, ആര് കേരളം ഭരിക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് ഈ 50 ലക്ഷം വോട്ടുകളാണ്. ആ 50 ലക്ഷം വോട്ടുകൾ കേരളത്തിലെ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടി മാറ്റിയാൽ അതിൻ്റെ നഷ്ടമുണ്ടാകുന്നത് ആർക്കാണ്? ഈ വോട്ട് കൊണ്ട് കാലാകാലങ്ങളിലായി കേരളത്തിൽ ജയിച്ചു വരുന്ന ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ പാർട്ടിക്കാണ് ഈ വോട്ട് വെട്ടിമാറ്റിയാൽ അതിന് നഷ്ടമുണ്ടാകുന്നത്. അപ്പോൾ അവർക്ക് ഹാലിളകുമല്ലോ. എന്നാൽ ഈ വോട്ട് വെട്ടിമാറ്റുക എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ഞാൻ പറയുന്നത് ഇപ്പോൾ ബീഹാറിലുണ്ടായ ഈ തരംഗം അടുത്ത തെരഞ്ഞെടുപ്പിൽ പശ്ചിമ ബംഗാളിലും ഉണ്ടാകും. അത് കേരളത്തിൽ മലയടിക്കും. കള്ള വോട്ടുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റിയാൽ കേരളം BJP ഭരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. മലബാർ മേഖലകളിൽ ഏറ്റവും കൂടുതൽ കള്ള വോട്ട് ചെയ്യുന്നത് ഇടതുപക്ഷവും CPM-ഉമാണ്. ഒപ്പം മുസ്ലിം ലീഗിനും ആ വോട്ടുകൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ മുസ്ലിം ലീഗിന് ആ വോട്ടുകൾ ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ ആത്യന്തികമായി UDF-നാണ് അത് ഗുണം ചെയ്യുന്നത്. അപ്പോൾ LDF-നും UDF-നും ഒരുപോലെ ഈ കള്ള വോട്ടുകൾ ലഭിക്കുന്നുണ്ട്. അത് നമ്മളിപ്പോൾ ബീഹാർ ഇലക്ഷനിൽ കണ്ടതാണ്. ഇതിന് തൊട്ടു മുൻപുള്ള ഹരിയാന ഇലക്ഷനിൽ കണ്ടതാണ്. ഇനി വരുന്ന ഇലക്ഷനിൽ കാണാനുള്ളതാണ്. എത്രമാത്രം കള്ള വോട്ടുകൾ കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസിനൊപ്പം ഇന്ത്യ മുന്നണിയിൽ നിൽക്കുന്ന സഖ്യ പാർട്ടികൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണം ബീഹാർ കാണിച്ചു തരികയല്ലേ. എക്സിറ്റ് പോളുകൾ 140 മുതൽ 160 വരെ സീറ്റുകൾ, കേവല ഭൂരിപക്ഷം എന്തായാലും NDA നേടും. എന്നാൽ കോൺഗ്രസ് തൊട്ടു പിന്നിൽ 100 സീറ്റിന് മുകളിൽ 105, 108 സീറ്റുകൾ നേടാൻ സാധ്യതയുണ്ട് എന്ന് എക്സിറ്റ് പോളുകൾ പറഞ്ഞു. ഒരു ചെറിയ വ്യത്യാസത്തിന് മാത്രം BJP NDA സഖ്യം വിജയിക്കും അവിടെ. എന്നിട്ടോ ഉണ്ടായ റിസൾട്ടോ 202 സീറ്റ്. 202 സീറ്റിലേക്ക് BJP കുതിച്ചു, ചരിത്രം തിരുത്തിക്കുറിച്ചു, കൊടുങ്കാറ്റായി BJP മാറി. ഇത് രാജ്യത്തെ കോൺഗ്രസിനെ മാത്രമല്ല ഇന്ത്യ മുന്നണിയെ മൊത്തത്തിൽ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ മുതൽ തന്നെ അഖിലേഷ് യാദവ് അടക്കമുള്ള ആളുകൾ SIR നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന മുറവിളി ആരംഭിച്ചു കഴിഞ്ഞു. മമതാ ബാനർജി പരസ്യമായി പ്രഖ്യാപിച്ചു, ഇനി എന്ത് സംഭവിച്ചാലും ബംഗാളിൽ SIR നടപ്പാക്കാൻ അനുവദിക്കില്ല. ഞങ്ങളുടെ ഈ കള്ളവോട്ട് ഞങ്ങൾ സംരക്ഷിക്കും. കള്ളവോട്ട് പോയാൽ ഞങ്ങൾ തീർന്നു. കള്ളവോട്ടാണ് ഞങ്ങളുടെ ശക്തി. ആ കള്ളവോട്ട് ഞങ്ങൾക്ക് ലഭിച്ചേ തീരൂ. എന്തൊരവസ്ഥയാണ് രാജ്യത്ത് നിന്ന് ഓർത്തു നോക്കണം. ഇത്രയും കാലം ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പ് നടന്നിട്ട് ഇങ്ങനെയാണെങ്കിൽ ഈ കള്ളവോട്ട് കൂടി ഇല്ലാതായാൽ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭൂരിപക്ഷം നമ്മുടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എത്രയായിരിക്കുമെന്ന് ഊഹിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. പ്രതിപക്ഷ പാർട്ടികളെ ഉണ്ടാകില്ല. രാജ്യത്തെ കോൺഗ്രസിന് ചിലപ്പോൾ സീറ്റ് പോലും ഉണ്ടാകാത്തൊരവസ്ഥ. 2029 ആകുമ്പോഴേക്കും രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും കളങ്കരഹിതമായ വോട്ടർ പട്ടിക നടപ്പാക്കുക എന്നതാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അത്തരമൊരു സാഹചര്യത്തിലേക്ക്, അത്തരമൊരു കള്ളവോട്ടില്ലാത്ത ഒരു വോട്ടർ പട്ടിക പരിഷ്കരണത്തിലേക്ക് എത്തിയാൽ രാജ്യത്ത് പിന്നെ BJP NDA എന്ന രാഷ്ട്രീയ മുന്നണി മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. കോൺഗ്രസും ഇടതുപക്ഷവും ഈ ഇന്ത്യ മുന്നണിയിലെ തട്ടിക്കൂട്ട് പാർട്ടികളുമൊക്കെ തന്നെ കാലഹരണപ്പെടും, ചവറ്റുകുട്ടയിലേക്ക് തൂത്തെറിയപ്പെടും. ഇപ്പോൾ തന്നെ രാജ്യത്ത് ചത്ത കുതിരയായി കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് എന്ന പ്രസ്ഥാനം.